ബെഡിന് നേരെ എതിരെയുള്ള ജനവാതിൽ അന്ന പതിയെ തുറന്നു. അകത്തേക്ക് കയറാൻ മുട്ടി നിൽക്കും പോലെ സൂര്യവെളിച്ചം മുറിയിലേക്ക് പടർന്നു കയറി. ബാൽക്കണിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഉഷമലരിയുടെ പുഞ്ചിരി അതിന് ഭംഗി കൂട്ടി. സമയം 9, കെട്ടിറങ്ങിയില്ലേ? അന്ന കമിഴ്ന്നു കിടന്നുറങ്ങുന്ന അലക്സിനെ കുലുക്കി വിളിച്ചു. അലക്സ് ഒന്ന് മൂളി തിരിഞ്ഞു കിടന്നു. അലക്സിന്റെ ശരീരത്തിൽ നിന്ന് തെന്നി മാറിക്കിടക്കുന്ന വസ്ത്രം നേരെയാക്കി മുറി വിട്ടിറങ്ങുന്നതിന് മുൻപായി അന്ന ഒന്നുകൂടി ഭർത്താവിനെ നോക്കി. രാത്രി 2 മണിയെങ്കിലും ആയിക്കാണും വന്നു കയറിയപ്പോൾ. അടുക്കളയിൽ ചെന്ന് പാത്രത്തിൽ വെള്ളം വെച്ചു. ചൂടുവെള്ളം വേണം. പല്ല് തേക്കുന്നതിന് മുൻപ് അപ്പച്ചൻ 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും, അത് നിർബന്ധമാണ്. ചൂടുവെള്ളവുമായി അന്ന തട്ടയിൽ തോമാച്ചൻ കിടക്കുന്ന മുറിയിലെത്തി. കട്ടിലിനരികിലെത്തി അന്ന പതിയെ വിളിച്ചു, അപ്പച്ച വെള്ളം. തോമാച്ചൻ കണ്ണു തുറന്നു. അരയ്ക്ക് കീഴെ ഇടതുവശം തളർന്ന് കിടപ്പായിട്ട് 2 വർഷം കഴിഞ്ഞു. വലതു കൈ പതിയെ പൊക്കി. വേണ്ട, ഞാൻ ഒഴിച്ചു തരാം. തോമാച്ചൻ പതിയെ വായ തുറന്നു. ഇളം ചൂടുള്ള വെള്ളം തൊണ്ടക്കുഴി വരെ എത്തിയപ്പോൾ വല്ലാത്ത സുഖം. സമീപത്ത് കിടന്ന ടവലെടുത്ത് അന്ന തോമാച്ചൻ്റെ ചുണ്ട് തുടച്ചു കൊടുത്തു. ചുണ്ടിന് മുകളിലായി മുള്ളുവേലി കെട്ടിയ പോലെ നല്ല വെളുത്ത കൊമ്പൻ മീശ, തടിച്ച പുരികം, നല്ല പൊക്കം, അതിനൊത്ത തടി. തുടുത്ത് ചുവന്നിരിക്കുന്ന തട്ടിയൽ തോമാച്ചനെ ഒരു നോട്ടം കണ്ടപ്പോഴേ പെണ്ണ് കാണാൻ വന്ന അന്ന് അമ്മായിയുടെ മകൾ റീന അന്നയുടെ ചെവിയിൽ മന്ത്രിച്ചു, അപ്പച്ചൻ എന്നാ സ്റ്റൈലാടി, നീ അപ്പച്ചനെ കെട്ടിക്കൂ. ശരിയായിരുന്നു. ജുബയും കസവും മുണ്ടും അണിഞ്ഞു വന്ന തോമാച്ചനെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. അതേ, വലിയ വാചം അടിക്കണ്ട. അപ്പച്ചൻ്റെ ലുക്കിന് മുൻപിൽ നിങ്ങളൊന്നും ഒന്നുമല്ല. പലപ്പോഴും കെട്ടിയോൻ അലക്സിനോട് അത് പറയുമ്പോൾ അലക്സ് തിരിച്ചടിക്കും, ഹോ ഒരപ്പച്ചനും മരുമോളും ഒന്ന് പോടി. അലക്സ് എഴുന്നേറ്റോ മോളെ? ഇല്ല അപ്പച്ച. സോണിയോ? അവൻ എഴുന്നേറ്റ് ബൈക്കെടുത്ത് പോകുന്നത് കണ്ടു. തോമാച്ചൻ ഒന്നും മിണ്ടിയില്ല, കണ്ണടച്ചു കിടന്നു. രാവിലെ വെള്ളയപ്പവും സ്റ്റൂവുമാക്കാം അന്ന മനസ്സിൽ കരുതി. സോണിയുടെ കാര്യം പറയുമ്പോഴെല്ലാം അപ്പച്ചൻ്റെ മുഖം മങ്ങും. ബാലാമണി, അതായിരുന്നു അവളുടെ പേര്. അന്ന ഓർത്തു, സോണിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. അപ്പച്ചനും അലക്സും പറഞ്ഞിട്ടുണ്ട്, എസ്റ്റേറ്റ് ഇറങ്ങി റോഡിലേക്ക് കയറുന്ന ഒരു വളവിലായിരുന്നു അത്രേ ബാലാമണിയുടെ വീട്. ഒരു പാവപ്പെട്ട വീട്ടിലെ സന്തതി. വലിയ കണ്ണും ചുരുണ്ട മുടിയും തുടുത്ത കവിളുമുള്ള ബാലാമണി. പ്രണയം തലയ്ക്ക് മൂത്തപ്പോൾ പതിവ് പോലെ സ്റ്റാറ്റസ് പ്രശ്നങ്ങൾ ഉയർന്നു. തട്ടേൽ തോമാച്ചൻ ആദ്യം എതിർത്തു, പിന്നെ തട്ടേൽ അലക്സും. തൻ്റെ കെട്ടിയോൻ. ഇതെല്ലാം താനും അലക്സും തമ്മിലുള്ള വിവാഹത്തിന് മുൻപുള്ള കാര്യങ്ങളാണ്. അന്ന വെള്ളയപ്പം ഉണ്ടാക്കുന്നതിനിടയിൽ ഓർത്തു. താനും അലക്സും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 3 മാസമായി കാണും. അന്ന് രാവിലെ വാഴയ്ക്ക് തടം പിടിക്കാൻ വന്ന അന്തോണിയാണ് അത് ആദ്യം പറഞ്ഞത്. അറിഞ്ഞോ, ആ പെണ്ണ് കെട്ടിത്തൂങ്ങി. ആര്? ആ ബാലാമണി. സംശയത്തിൻ്റെ പേരിൽ സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരു തെളിവുമില്ലാത്തതിനാൽ കേസെടുക്കാതെ വിട്ടയച്ചു. അതിനുശേഷം സോണി തോന്നുമ്പോൾ വീട്ടിൽ വരും. അധികം സംസാരമില്ല. എന്തെങ്കിലും കഴിച്ചാലായി. കാലത്തെ ജോലിക്കിടയിൽ ഓർമ്മകളുടെ കെട്ടഴിച്ചുകൊണ്ടിരുന്നു അന്ന. വെള്ളയപ്പം കഴിക്കുന്നതിനിടയിൽ അന്ന പതിയെ വിളിച്ചു, അതേ. അലക്സ് തലപൊക്കി. സോണിയെ ഇങ്ങനെ വിട്ടാൽ മതിയോ? പിന്നെ എന്തു വേണം? അലക്സ് ചായ നുടഞ്ഞുകൊണ്ട് ചോദിച്ചു. ബാലാമണിയുടെ മരണത്തോടെ അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു പെണ്ണ് കിട്ടിയാൽ തീരാവുന്നത് പ്രശ്നമേ ഉള്ളൂ. ആണെന്നെനിക്ക് തോന്നുന്നില്ല. അതെന്താ? അവനത്ര ശരിയല്ല. അതെന്താ, നിന്നോട് വല്ലതും മോശമായി പെരുമാറിയോ? എന്നോട് മോശമായി പെരുമാറിയാൽ അന്നെ ആരാണെന്ന് അവൻ അറിയും. ബാലാമണി മരിച്ചതിൽ പിന്നെ അവനാകെ ഡിപ്രസ്ഡാണ്. അതിൻ്റെ ഒരു പ്രശ്നം അവനുണ്ട്. ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കായിരുന്നില്ലേ? അന്ന അലക്സിനോടായി ചോദിച്ചു. അലക്സ് ഒന്നും പറയാതെ അന്നയെ നോക്കി പുറത്തേക്കിറങ്ങി. അന്തോണി ചേട്ടാ, നമുക്കൊന്ന് ബാലാമണിയുടെ വീട് വരെ പോകാം. പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്തോണി തല ഉയർത്തി നോക്കി. അങ്ങോട്ട് പോണോ കുഞ്ഞേ? അന്തോണി ചേട്ടന് പേടിയുണ്ടോ? പേടിയല്ല, എല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയമാണ്. എന്തിനാ വെറുതെ? ചുമ്മാ ഒന്ന് പോയി നോക്കാന്നേ. കഷ്ടി ഒരു കാറിന് മാത്രം പോകാൻ പറ്റാവുന്ന ചെറിയ വഴി. അത് കഴിഞ്ഞാൽ വെള്ളം ചെറുതായി കെട്ടി നിൽക്കുന്ന സ്ഥലം. അന്ന കാർ അവിടെ പാർക്ക് ചെയ്തു. അതിൻ്റെ ഇടതുവശത്തു കൂടി ഒരു ചെറിയ വഴി. അന്നയും അന്തോണിയും അതുവഴി നടന്നു. ദേ, ആ പറമ്പിൻ്റെ വടക്കേ മൂലയ്ക്ക് കാണുന്നതാണ് വീട്. അന്തോണി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, കുഞ്ഞെ സൂക്ഷിക്കണം. എവിടുന്നാ വരുന്നതെന്നറിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. കൂടെ അന്തോണി ചേട്ടനില്ലേ, പിന്നെ ഞാനെന്തിനാ പേടിക്കണേ? അത് പിന്നെ പറയണോ കുഞ്ഞിനെ? ആരും തൊടത്തില്ല. പേടിക്കണ്ട കുഞ്ഞെ. അവിടെ ആ ബാലാമണിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഒരു പാവസ്ത്രീയാ. പിന്നെ അയൽപ്പക്കക്കാർ ഇച്ചിരി പേശക. സമയം ഏതാണ്ട് 2 മണിയായി കാണും. റൈസ് മില്ലിൻ്റെ അരികെ കാറ് പാർക്ക് ചെയ്ത് അന്ന കാത്തിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ബാലാമണിയുടെ അമ്മ അന്നയുടെ അടുത്തെത്തി. എന്താ കുഞ്ഞെ? വീട്ടിൽ വെച്ച് അധികം സംസാരിക്കേണ്ട എന്ന് വെച്ചാണ്
ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അന്ന പറഞ്ഞു തുടങ്ങി. അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുക, ബാലാമണി കെട്ടിത്തൂങ്ങിയതാണോ അതോ കൊന്നു കെട്ടിത്തൂക്കിയതാണോ? അതിനുത്തരം പൊടുന്നനെയുള്ള പൊട്ടിക്കരച്ചിലായിരുന്നു. ബാലാമണിയുടെ അമ്മ ഏങ്ങിക്കരഞ്ഞു. നിങ്ങൾക്ക് പലതും അറിയാം, പക്ഷേ നിങ്ങൾ വല്ലാതെ പേടിക്കുന്നു. ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. ഇത് കണ്ടോ, സോണിയും ബാലാമണിയും പിന്നെ അവൻ്റെ 2 കൂട്ടുകാരും. ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടോ? ബാലാമണി മരിക്കുന്നതിൻ്റെ തലേ ദിവസം എടുത്ത ഫോട്ടോ. അന്നവൾ വളരെ ഹാപ്പിയാണ്. പിന്നെ എന്തിനവൾ ആത്മഹത്യ ചെയ്തു? അന്ന തൻ്റെ മൊബൈൽ കാണിച്ചുകൊണ്ട് ചോദിച്ചു. ബാലാമണിയുടെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ വിതുമ്മിക്കരഞ്ഞു. സത്യം പറ, അന്ന് എന്താണ് സംഭവിച്ചത്? മോളെ, ഞാനതെങ്ങനെ പറയും? അത് പറയാൻ പോലും എൻ്റെ നാവിന് ശക്തിയില്ല. അന്ന ആ സ്ത്രീയെ തന്നോട് ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട, നിങ്ങളോടൊപ്പമാണ് ഞാൻ മാത്രമല്ല, പലരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആ സ്ത്രീ ഒന്ന് അറച്ചു നിന്നു. പിന്നെ പതിയെ ചുണ്ടുകൾ അനക്കി. മോള് പറഞ്ഞത് ശരിയാ, തലേന്ന് ഏതാണ്ട് ഉച്ചയായി കാണും. സോണി വന്ന് വിളിച്ച് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് കൂടെ അവൻ്റെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവൾ ഇറങ്ങിച്ചെന്നു. ഞാൻ പോണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. പിന്നീട് തിരിച്ചെത്തിയത് ഏതാണ്ട് രാത്രി 8 മണി കഴിഞ്ഞു കാണും. അവൾ തിരിച്ചെത്തിയത് മോളെ ഏതാണ്ട് ചവിട്ടിക്കുഴച്ച മണ്ണ് പോലെയായിരുന്നു. ആ സോണിയും അവൻ്റെ കൂട്ടുകാരും. ആ സ്ത്രീക്ക് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു വൃത്തികെട്ടവനായിരുന്നു, ശരിക്കും ഒരു കാമഭ്രാന്തൻ. എൻ്റെ മോൾ ആകെ തകർന്നു പോയി. പിന്നെ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ ഞങ്ങൾ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന എൻ്റെ മോളെയാണ്. എന്ത് പറയണമെന്നറിയാതെ അന്ന കുഴങ്ങി. പിന്നെ എന്താ പോലീസിലൊന്നും പരാതിപ്പെടാഞ്ഞത്? എന്ത് പോലീസ് കുഞ്ഞേ, ആര് കേൾക്കാൻ? ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ ചേട്ടൻ അലക്സ്, മോളുടെ കെട്ടിയവൻ, അവനൊരു 3 ലക്ഷം രൂപ എൻ്റെ 2ാമത്തെ മോളുടെ പേരിൽ ബാങ്കിലിട്ടു. അതിൻ്റെ പുസ്തകം കയ്യിൽ തന്നു. കൂടുതലൊന്നും അന്വേഷിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ പോലീസുകാരൊന്നും ചോദിച്ചില്ലേ? അവർ വന്ന് ഏതാണ്ടൊക്കെ ചോദിച്ചു. പിന്നെ 1-2 പേപ്പറിൽ ഒപ്പിടിവിച്ചു. കൂടുതലൊന്നും ആരോടും പറയരുത് എന്ന് പറഞ്ഞു. മോൾ ആത്മഹത്യ ചെയ്തത് അവളുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. എനിക്കിനി കൂടിന് ആകെ ഒരു സന്തതിയേ ഉള്ളൂ. അതിന് ഞാൻ കൊലയ്ക്ക് കൊടുക്കണോ? ഞങ്ങൾ എന്തായാലും ഇവിടം വിട്ടു പോവുകയാണ്. വയ്യാതെ കിടക്കണ അപ്പച്ചൻ നല്ലതാ, നല്ല മനസ്സാ. പക്ഷേ മക്കൾ, നിങ്ങൾ എവിടെയും പോകണ്ട, ഒന്നിനെയും പേടിക്കണ്ട. കൂട്ടിന് ഞങ്ങളൊക്കെയുണ്ട്. ആ സ്ത്രീയെ സമാധാനിപ്പിച്ച് കാറിൽ കയറ്റി നേരെ അന്ന വീട്ടിലേക്ക് വിട്ടു. സോണി എന്തോ ഒരു തരത്തിലും തനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലപ്പോഴും അലക്സച്ചായനോട് സൂചിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ പിൻവാങ്ങി. ബാലാമണിയുടെ അമ്മയുമായി സംസാരിച്ചപ്പോൾ ഏതാണ്ട് ഉറപ്പായി, ഹീസ് എ ബ്ലഡ്ലി സെക്സ് മോങ്കർ. പണത്തിൻ്റെ തിളപ്പ് കൂട്ടിനും. അദൃശ്യമായൊരു ഭീതി തനിക്ക് ചുറ്റും വലയം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അടുക്കളയിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും ലിവിംഗ് ഹാളിലാണെങ്കിലും അവൻ്റെ സാമീപ്യം ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. ഒരിക്കൽ അപ്പച്ചനോട് എവിടെയും തൊടാതെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പച്ചന് കാര്യം പെട്ടെന്ന് മനസ്സിലായതുപോലെ തൻ്റെ കൈകൾ പതിയെ പിടിച്ചു മന്ത്രിച്ചു. നീ അന്നയല്ലേ? പേടി നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അപ്പച്ചനുണ്ട് കൂടെ. ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രഭാതം. ആ നാട് അന്ന് മറ്റൊരു ആത്മഹത്യയുടെ വാർത്തയും കേട്ടാണ് ഉണർന്നത്. തട്ടേൽ സോണി ആത്മഹത്യ ചെയ്തു. സ്വന്തം അപ്പൻ്റെ തോക്കുപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പാവം, ആ ബാലാമണി കൊച്ചു തൂങ്ങിയതിന്. പിന്നെ ആ സോണി ആകെ വല്ലാത്തൊരു മൂഡിലായിരുന്നു. സത്യമാ, അവൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു. ശരിയാ, അവൻ ആ ബാലാമണിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. നാട്ടുവാക്കുകൾ ഒരപ്പൂപ്പൻ താടി പോലെ അവിടെയെല്ലാം പറന്നു നടന്നു. നാട്ടാരിൽ വിവരം എത്തും മുൻപേ തട്ടേ വീട്ടിൽ അന്ന് 4 പേർ ഉണർന്നിരുന്നു. സോണിയും അന്നയും തോമാച്ചനും അലക്സും. ഷവറിൽ നിന്ന് പാറിയിറങ്ങുന്ന തണുത്ത വെള്ളം തലയിലൂടെ തൻ്റെ നഗ്നമേനിയിലൂടെ കിനിഞ്ഞിറങ്ങുമ്പോൾ പ്രഭാതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കുളി അന്ന ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. കണ്ണടച്ചൊരു ചെറിയ മൂളിപ്പാട്ടും. പാട്ടിൻ്റെ ശ്രുതിക്ക് എവിടെയോ ചെറിയ ഭംഗം വന്ന പോലെ, പെട്ടെന്നെന്തോ ശബ്ദം കേട്ടെന്നപോലെ അന്ന ഹോൾഡറിൽ തൂക്കിയിട്ടിരുന്ന ബാത്ത് ടവൽ വലിച്ചൂരിയെടുത്ത് ശരീരം പൊതിഞ്ഞു. ദേഹമാസകലം പെട്ടെന്ന് തരിച്ച പോലെ. ചുണ്ടുകൾ വിറച്ചു. അന്ന ശബ്ദം കേട്ടയിടത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എക്സോസ്റ്റ് ഫാനിൻ്റെ ഇടയിലൂടെ ആ 2 കണ്ണുകൾ. അന്നയുടെ ശരീരം തണുത്തുറഞ്ഞ് ഐസ് പോലെയായി. ഡാ വൃത്തികെട്ടവനെ! ആളെ മനസ്സിലായ പോലെ അവൾ ഉറക്കെ വിളിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. തൻ്റെ മുറിയിലേക്കാണവൻ പെട്ടെന്ന് ഓടിക്കയറിയതെന്ന് കണ്ട അന്ന അകത്ത് കയറി വാതിലടച്ചു. ഡീ! രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സോണിയുടെ ശരീരം കണ്ട് അലക്സ് അന്നയ്ക്കെതിരെ ആഞ്ഞെടുത്തു. അടുക്കരുത്! അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ നാറിയെ ഞാനങ്ങ് കൊന്നു.
ഈറനണിഞ്ഞ ബാത്ത് ടവലിൽ ശരീരം പൊതിഞ്ഞ് കയ്യിൽ തോക്കുമായി നിൽക്കുന്ന അന്ന ഈറ്റപ്പുലിയെപ്പോലെ അലറി. കൂടുതൽ ഷോ എൻ്റെ അടുത്ത് വേണ്ട. ആത്മഹത്യ കൊലപാതകമാക്കി ഒരുപാട് പരിചയമുള്ളതല്ലേ. ഇതും ആ ഗണത്തിലങ്ങ് ചേർത്തേരെ. ഒന്നും പറയാനാകാതെ അലക്സ് കൈകൾ കൂട്ടിത്തിരുമി. എത്ര പണമാണെങ്കിലും ശരി, ആരുടെ അണ്ണാക്കിൽ തിരികെ കയറ്റിയാലും ശരി, ഒതുക്കിയേക്കണം. അറിയാലോ, പണമില്ലെങ്കിൽ പറ, ഞാൻ തരാം. മരിച്ചു കിടക്കുന്ന സോണിയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ അലക്സ് ഞെരുവിരി കൊണ്ടു. പാതിയടഞ്ഞ മിഴികളുമായി വേച്ച് വെച്ച് അന്ന തോമാച്ചൻ്റെ കിടപ്പുമുറിയിലേക്ക് പ്രവേശിച്ചു. അന്നയെ പ്രതീക്ഷിച്ചെന്നോണം തോമാച്ചൻ ശബ്ദം കേട്ട് പതിയെ കണ്ണു തുറന്നു. അപ്പച്ച. അന്ന പെട്ടെന്ന് ആ കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു. ഹേ, എന്നാത്തിനാ കരയുന്നേ? മോൾ എഴുന്നേൽക്ക്. എനിക്കങ്ങനെ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. തട്ടേൽ തോമാച്ചൻ്റെ തൂക്ക് ഉണ്ട തുപ്പുന്നത് നെറുകേടിനെതിരെയാ. നീ അതാ ചെയ്തത്. അന്ന കണ്ണുകൾ അടച്ച് തലയും താഴ്ത്തിയിരുന്നു. അവൻ്റെ ഉപദ്രവം കൂടും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ തോക്ക് നിന്നെ ഞാൻ ഏൽപ്പിച്ചത്. പാഴായി പോയാൽ സ്വന്തമാണേലും തീർത്തേക്കണം. അതാ തട്ടേൽ തോമാച്ചൻ്റെ ഒരു രീതി. ഒന്ന് നിർത്തി തോമാച്ചൻ തുടർന്നു. മോള് ധൈര്യമായിരി, ഒരു ചുക്ക് സംഭവിക്കില്ല. എനിക്ക് നല്ല വിശപ്പ്. നീ പോയി വെള്ളയപ്പവും സ്റ്റൂ ഉണ്ടാക്ക്. അന്ന പതിയെ എഴുന്നേറ്റു. വെള്ളയപ്പവും സ്റ്റൂവും തോമാച്ചൻ്റെ അരികിൽ മേശമേൽ വെച്ചു. അപ്പച്ചൻ അവിടെ കിടന്നു, ഞാൻ വായി വെച്ച് തരാം. വെള്ളയപ്പത്തിൻ്റെ കൊച്ചു കഷ്ണങ്ങൾ കറിയിൽ മുക്കി തോമാച്ചൻ പതിയെ കണ്ണു തുറന്നു. അന്ന സൂക്ഷിച്ചു നോക്കി. ആ കൺകളിൽ ഒരു നീർത്ത നനവ് പോലെ. അന്നയുടെ കവിളിലൂടെ ഒരു ചെറിയ കണ്ണീർച്ചാല് ഒഴുകി. മണിക്കൂറുകൾക്കകം ടി വിയിൽ ബ്രേക്കിംഗ് ന്യൂസ്. തട്ടേൽ വീട്ടിൽ സോണി എന്ന യുവാവ് മരിച്ചതായി വാർത്ത പുറത്തു വന്നു. ബാലാമണി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിലെ സംശയിക്കപ്പെട്ട പ്രതിയായിരുന്നു സോണി. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. അത് കേട്ട തോമാച്ചൻ തൻ്റെ വലിയ മീശയ്ക്കിടയിലൂടെ ഒന്ന് പുഞ്ചിരിച്ചു. അതിൽ വേദന ഒട്ടുമില്ലായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.